പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക്, ഉറവിടങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്നത്തെ വചന പഠനത്തിൽ പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ മധ്യസ്ഥതയും പ്രാർത്ഥനയും യാചിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് ഈശോമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണാനായി ദൈവം നമ്മെ സഹായിച്ചത്. ഇന്ന് 21 മുതലുള്ള വാക്യങ്ങൾ ഞാനത് ഒന്ന് സൂചിപ്പിച്ചിരുന്നു, തുടങ്ങിയിരുന്നു. എങ്കിലും കൂടുതൽ വിശദമായി 21 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒരു യൂണിറ്റായി നമുക്ക് ചിന്തിക്കാൻ പരിശ്രമിക്കാം. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഈ അധ്യായം മുഴുവൻ്റെയും പശ്ചാത്തലത്തിലാണ് കാണേണ്ടത്. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നവരുടെ കരങ്ങളിൽ നിന്നും ആ സ്ത്രീയെ മോചിപ്പിച്ചതിന് ശേഷം യേശു നടത്തുന്ന പ്രബോധനമാണ് ഈ അധ്യായം മുഴുവൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ കൂടാരത്തിരുനാളിൻ്റെ അണിയറ പശ്ചാത്തലം ഈ പ്രബോധനങ്ങളുടെ പിന്നിൽ ഉണ്ടായിരുന്നു. യേശു താൻ പറയുന്ന വാക്കുകൾ സത്യമാണ് എന്നതിൻ്റെ വാദഗതികൾ, തെളിവുകൾ നിരത്തുകയാണ്. പിതാവാണ് തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങൾ എൻ്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരിശോധിച്ചറിയാൻ മാത്രം ഞാൻ എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നിങ്ങൾക്ക് അറിവില്ല. ഈ വാദമുഖങ്ങൾ നിരത്തിയതിന് ശേഷം യേശു മൂന്നാമതായി തൻ്റെ വാക്കുകൾ സത്യമാണ് എന്നതിന് ഉപോത്ബലകമായ ഒരു വളരെ പ്രധാനപ്പെട്ട വാദഗതി നിരത്തുകയാണ്. അതായത് സത്യം താനാണ് എന്ന് പറയുമ്പോൾ യേശു അതിൻ്റെ ഒരു മറുവശം ചൂണ്ടിക്കാണിക്കുന്നു. ഈ സത്യത്തെ നിങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ, ഈ സത്യത്തെ നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ, സത്യത്തെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദൂരവ്യാപകമായ ഒരു ദുരന്ത ഫലത്തെ യേശു ചൂണ്ടിക്കാണിക്കുകയാണ്. തൻ്റെ വാക്കുകൾ ഈ ജനസമൂഹം ഗൗരവമായി എടുക്കാതിരുന്നാൽ, തള്ളിക്കളഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കും? നിങ്ങളിങ്ങനെ ചിന്തിക്കുക. മദ്യപിച്ചാൽ, നിരന്തരമായ മദ്യപാനം മൂലം ഒരാളുടെ കരള് നശിച്ചു പോകും, അങ്ങനെ അയാൾ മരിച്ചു പോകും എന്നത് ഒരു സത്യമാണ്. മദ്യപാനം കരളിനെ നശിപ്പിക്കും, ഇതൊരു സത്യമാണ്. ഈ സത്യത്തെ ഒരാൾ വിശ്വസിക്കാതിരുന്നാൽ, ഈ സത്യം നുണയാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അയാൾ മരിച്ചു പോകും. മദ്യപാനം നിന്റെ കരളിനെ നശിപ്പിക്കും എന്ന സത്യം ഒരാൾ വിശ്വസിക്കാതെ അതിനെ ഉപേക്ഷിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ അയാളെ കാത്തിരിക്കുന്നത് മരണമാണ്. ഇതേ ലൈനിലാണ് യേശുവിൻ്റെ വാദം. നമുക്ക് വായിക്കാം 21-ാമത്തെ വാക്യം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ്, ഞാൻ ഈ ലോകത്തിൻ്റേതല്ല. അപ്പോൾ യേശുവിൻ്റെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. യേശുവിനെ വിശ്വസിക്കാതിരുന്നാൽ ഒരാളെ കാത്തിരിക്കുന്നത് നിത്യമായ ദൈവത്തിൽ നിന്നുള്ള വേർപെടലാണ്, അഥവാ
നരകമാണ്. അവൻ ദൈവകോപത്തിന് ഇരയാകും എന്ന് 3-ാം അധ്യായത്തിൽ നാം കണ്ടു. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലേക്കാണ് നടന്നു പോകുന്നതെന്നും നാം മുമ്പുള്ള അധ്യായങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞു. കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത് എന്നും ഈ സുവിശേഷത്തിൽ നാം വായിച്ചു. യേശു എന്ന സത്യത്തെ നാം നിരാകരിച്ചാൽ, നാം ഉപേക്ഷിച്ചാൽ, നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞാൽ നിത്യമരണമാണ് നമ്മെ കാത്തിരിക്കുന്നത്. നാം നിത്യമായ ദൈവത്തിൽ നിന്നുള്ള വേർപാടിന് ഇരയാവും. ഇതാണ് യേശുവിൻ്റെ ആദ്യത്തെ വാദഗതി. ഇനി ഇത് ഈശോ വിശ്വസിക്കേണ്ടതിനെ കുറെ കൂടി വിശദീകരിക്കുകയാണ്. 24-ാമത്തെ വാക്യം, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുന്നത്? എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ തന്നെ, ഞാൻ ആകുന്നവൻ ആകുന്നു, ഏഗോ ഏമി എന്ന് പറഞ്ഞാൽ ഈശോ ഒരർത്ഥത്തിൽ, ഒരു വിധത്തിൽ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ദൈവമാണ് എന്ന സത്യം, ഞാൻ ദൈവപുത്രനാണ് എന്ന സത്യം, ഞാൻ നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പിതാവ് അയച്ച ഏകജാതനാണ് എന്ന സത്യം നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇവിടെ നമ്മളതിനെ കുറെ കൂടി ഗൗരവമായി കാണേണ്ടതുണ്ട്. അതായത് യേശുവിനെ ഒരു മാനവ വിമോചകനായോ, ഒരു വിപ്ലവകാരിയായോ, ഒരു നല്ല മനുഷ്യനായോ, ഒരു മഹാത്മാവായോ, ഒരു മഹാഗുരുവായോ, ഒരു പ്രവാചകനായോ കാണുന്ന വിധത്തിലുള്ള മതസമീപനങ്ങൾ നമുക്കിടയിലുണ്ട്. ഒരുപക്ഷെ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ പോലും യേശുവിനെ ഒരു അതുല്യനായ, യുണീക്കായ വിധത്തിൽ കാണാനാകാത്ത വിധം മനസ്സ് ചുരുങ്ങിപ്പോയ ആളുകളുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയെങ്കിലും യേശുവിനെ മനസ്സിലാക്കിയാൽ പോരാ, യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയാൽ പോരാ, എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ. യു നീഡ് ടു ബിലീവ് ദാറ്റ് വിച്ച് ഈസ് എസെൻഷ്യൽ to the person of Jesus Christ, that which is fundamental to his identity, that which is core of his being, which is the core. അതാണ് വിശ്വസിക്കേണ്ടത്. യേശു ആരാണ്? മാനവ വിമോചകനല്ല, വിപ്ലവകാരിയല്ല, മഹാത്മാവല്ല, മഹാഗുരുവല്ല, പ്രവാചകനല്ല. ഇതെല്ലാമാണ് യേശു. പക്ഷേ യേശു അതിനേക്കാളൊക്കെ ഉപരി യേശു ദൈവമാണ്, ദൈവപുത്രനാണ്. ഇത് വിശ്വസിക്കാത്തവൻ അവൻ്റെ പാപത്തിൽ മരിക്കും. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും യോഹന്നാനിലൂടെ ഇങ്ങനെ കേൾക്കും, അവനെ അറിയുന്നതാണ് നിത്യജീവൻ. ഏകസത്യദൈവമായ പിതാവിനെയും അവിടുന്ന് അയച്ച ഏകജാതനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. വിശ്വസിക്കുക എന്നതാണ് നിത്യജീവൻ്റെ ആധാരം, നിത്യജീവൻ്റെ വഴി. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? നമ്മൾ ഈ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ കാണുന്ന മറ്റൊരു സംഗതി, യേശു പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഈ കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ അവർ ഈ ലോകത്തിൻ്റെ മനുഷ്യരായിരുന്നു. അവർ ഈ ലോകത്തിൻ്റെ മനുഷ്യരായിരുന്നു. യേശു പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ സ്വർഗീയ കാര്യങ്ങളാണ്. നിക്കോദെമോസിനോട് സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു, യേശു പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ സ്വർഗീയ കാര്യങ്ങളാണ്. എന്നാൽ
കേൾവിക്കാർ മുഴുവൻ അവരുടെ ഹൃദയം നിറച്ചിരുന്നത് ഭൗമിക കാര്യങ്ങൾ കൊണ്ടാണ്. ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ഹൃദയം അടഞ്ഞുപോയ അനേക കോടി മക്കൾ ഇന്ന് ഈ ലോകത്തുണ്ട്. നമുക്കറിയാം, ദൈവിക കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന് ഒരല്പം പോലും വിലയോ മൂല്യമോ ഹൃദയത്തിൽ കാണാനാവാത്ത വിധം ഹൃദയം അന്ധകാര നിബിഡമായിരിക്കുന്ന കോടാനുകൂടി മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ദൈവാന്വേഷികളായ മനുഷ്യർ പ്രാർത്ഥിച്ചിരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം. ആ അന്ധകാരം എന്ന് പറയുന്നത് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയും അവയ്ക്ക് വില കൽപ്പിക്കാത്തതുമാണ് ഈ അന്ധകാരം. നമ്മളിങ്ങനെ കാണുക. ഇന്ന് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടി +2 കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ബൈബിൾ പഠിച്ചുകൂടാ, ദൈവശാസ്ത്രം പഠിച്ചുകൂടാ, നിങ്ങൾക്ക് ക്രിസ്തീയ ആത്മീയതയുടെ വിഷയങ്ങൾ എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ആ കുടുംബത്തിന് അത് വളരെയധികം സന്തോഷമായി. അവരത് ഹൃദയം തുറന്ന് സ്വീകരിച്ചു. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അവർ ആരാഞ്ഞു. നിങ്ങളൊരു 100 പേരെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ 100 പേരോട് ഇത് പറഞ്ഞാൽ ഇതിൽ 99 പേരും ബൈബിൾ പഠിച്ചതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എന്ത് ഗുണമുണ്ടാവും, ദൈവശാസ്ത്രം പഠിച്ചതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാവും, എൻ്റെ കുട്ടിയുടെ ജോലി സാധ്യത എന്താവും എന്ന വാദങ്ങൾ നിരത്തി നിങ്ങളുടെ ഈ നിർദ്ദേശത്തെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയും. അതായത് നമ്മുടെ കാലത്തിന് ദൈവിക കാര്യങ്ങളെ വലിയ മമതയില്ലാത്ത വിധം ഹൃദയം അന്ധകാരം നിറഞ്ഞതായി മാറിയിരിക്കുന്നു. ഞാൻ യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലുമൊക്കെ ദൈവിക വിഷയങ്ങൾ പഠിക്കുന്ന, നമ്മൾ ബയോളജിയും ബയോകെമിസ്ട്രിയും മാത്തമാറ്റിക്സും മെഡിസിനും എൻജിനീയറിങ്ങും ഒക്കെ പഠിക്കുന്നത് പോലെ ദൈവിക വിഷയങ്ങൾ പഠിക്കുന്ന, അതിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന, അങ്ങനെ ജോലി സമ്പാദിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടോ നമ്മുടെ മനുഷ്യർക്ക് നമ്മൾ ആത്മീയമായി വളരെയധികം തുറവിയുള്ളവരായിരുന്നിട്ടും ഇത്തരം കാര്യങ്ങളിലുള്ള നമ്മുടെ ഒരു ആഗ്രഹവും സമർപ്പണവും വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവിക കാര്യങ്ങൾ യേശു പറയുമ്പോൾ ജനത്തിനത് മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ എന്നാണ് ഈശോ പറഞ്ഞത്, ഞാൻ ദൈവമാണ് എന്നാണ്. അപ്പോൾ അവർ അത് മനസ്സിലാക്കാതെ യേശുവിനോട് ചോദിക്കുകയാണ്, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. ഇനി അത് ആവർത്തിക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല. ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. ഈശോ എപ്പോഴും തൻ്റെ സ്വത്വത്തെ, ഐഡൻറ്റിറ്റിയെ പിതാവുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് പറയാൻ ശ്രദ്ധിച്ചത്. നിങ്ങൾ ഈ അധ്യായം ശ്രദ്ധിച്ചു വായിച്ചവരാണെങ്കിൽ യേശുവിനെക്കുറിച്ച് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും യേശു ഉത്തരം പറഞ്ഞത് തന്നെ പിതാവുമായി അഭേദ്യമാം വിധം ബന്ധിപ്പിച്ചുകൊണ്ടാണ്. പിതാവിൽ നിന്ന് വേറിട്ട ഒരസ്തിത്വം തനിക്കില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ യേശു ശ്രമിച്ചു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുക. 2 കാര്യങ്ങളാണ്. ഒന്ന്,
നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ തന്നെ, ഞാൻ ദൈവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട്, എന്നെ അയച്ചത് പിതാവാണെന്നും ഞാൻ സംസാരിച്ചത് പിതാവിൻ്റെ വാക്കുകളാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴാണത് മനസ്സിലാവുന്നത്? നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ. ഉയർത്തുക എന്നതിന് ഇവിടെ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, കുരിശിൽ തറച്ച് ഉയർത്തി നിർത്തി, അതായത് യേശുവിൻ്റെ മരണം, യേശുവിനെ കൊന്നു, നിങ്ങൾ എന്നെ കൊല്ലുമ്പോൾ, എന്നെ കുരിശിലേറ്റുമ്പോൾ എന്നതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം യേശുവിൻ്റെ സ്വർഗാരോഹണമാണ്. യേശു സ്വർഗത്തിലേക്ക് ഈ മരണത്തിലൂടെ, പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും യേശു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ദൈവമാണെന്ന് മനസ്സിലാക്കും. രണ്ടാമത്തേത്, നിങ്ങൾ എന്നെ അയച്ചത് പിതാവാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. 30-ാമത്തെ വാക്യം സന്തോഷം തരുന്നൊരു വാക്യമാണ്. ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അവനിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തീയ സുവിശേഷം നമ്മൾ പ്രസംഗിക്കേണ്ടത് മനുഷ്യൻ്റെ അന്ത്യത്തെ സൂചനയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അന്ത്യത്തെ മുൻനിർത്തിയാണ്. എന്തുകൊണ്ടോ സുവിശേഷ പ്രഘോഷകരുടെ ഇടയിൽ ഇതിന് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. യേശുവിനെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നടത്തിത്തരുന്ന ഒരാളായിട്ടാണ്. യേശുവിനെ പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന, അഭിവൃദ്ധി നൽകുന്ന ഒരാളായിട്ടാണ്. എന്നാൽ എന്താണ് യേശുവിനെ സംബന്ധിച്ച എസെൻഷ്യൽ ഡയമെൻഷൻ? യേശുവിനെ സംബന്ധിച്ച അടിസ്ഥാന ബോധ്യം എന്താണത്? യേശു നമ്മെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ച് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന, പാപങ്ങളുടെ മോചനത്തിനായി ലോകത്തിലേക്ക് വന്ന ലോകത്തിൻ്റെ രക്ഷകനാണ്. ഈ സത്യമാണ് സുവിശേഷത്തിൽ അല്ലെങ്കിൽ സുവിശേഷകർ പ്രഘോഷിക്കേണ്ടത്. അപ്പോൾ ഇത് പ്രഘോഷിക്കുമ്പോഴാണ് മാനസാന്തരങ്ങൾ ഉണ്ടാവുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, അത് ഭയപ്പെട്ടിട്ട് വിശ്വസിക്കുന്നതല്ലേ അച്ഛാ? അത് യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു പ്രഘോഷണമല്ല. മറിച്ച് ഏത് മനുഷ്യനും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണത്തിലേക്കാണ്. മനുഷ്യനത് ഓർക്കുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഓർക്കണം, മനുഷ്യൻ്റെ ഏറ്റവും മനുഷ്യൻ്റെ അവബോധങ്ങളുടെ അടിയിലേക്ക് അങ്ങ് വേരിറങ്ങി കിടക്കുന്ന ഒരു ബോധ്യമാണ് ഓരോരുത്തരുടെയും മരണം. അതെല്ലാവർക്കും അറിയാം, മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതാരും ഓർക്കുന്നില്ല. ഈ മരണമെന്ന ആ മഹാസത്യത്തെ ഈ ഫോണിൽ റിമൈൻഡർ ഇടുന്നത് പോലെ നമ്മൾ മനസ്സിൽ ഒരു റിമൈൻഡർ ഇട്ട് കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളൊരിക്കൽ മരിക്കും. ഇത് മനുഷ്യനറിയാം. പക്ഷെ മനുഷ്യൻ ഇത് ഒരിക്കലും അവൻ്റെ സജീവ ബോധത്തിൻ്റെ നടുമുറ്റത്തേക്ക് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നില്ല. സുവിശേഷകൻ്റെ ജോലി മരിക്കും എന്ന മഹായാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണമുണ്ട്, തനിക്ക് മരണമുണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടോ നമ്മുടെ മനസ്സ് ഈ സത്യം വിശ്വസിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട്, അല്ലെ ഈ സത്യം അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നമ്മൾ എത്തി നിൽക്കുന്ന ആപത്തുകൾ എന്താണെന്നറിയാമോ? അതായത് നമ്മൾ ഇപ്പോൾ പെരുമാറുന്നത്, നമ്മൾ ഈ വഴക്കിടുന്നതും വാശി പിടിക്കുന്നതും വെട്ടിപ്പിടിക്കുന്നതും നമ്മൾ വിട്ടുകൊടുക്കാത്തതും എല്ലാം ഈ നമ്മൾ എന്നും ഈ ലോകത്തുണ്ടാവും എന്നൊരു ധാരണയിലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അതായത് ശ്വാസം നിന്നു പോകാൻ എത്ര നിമിഷം വേണം? മരിക്കാൻ എത്ര നിമിഷം വേണം? പക്ഷേ നമ്മളത് ഓർക്കുന്നേയില്ല. നമ്മൾ ഈ സമ്പാദിക്കാൻ
കാണിക്കുന്ന വ്യഗ്രത മുഴുവൻ നമ്മൾ എന്നും ഈ ലോകത്തുണ്ടാവുമെന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ്. അതുകൊണ്ടല്ലേ ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ വിളിച്ചാൽ നീ പത്തായപ്പുരയിൽ ശേഖരിച്ചതെല്ലാം ആരുടേതാവുമെന്ന ചോദ്യം കൊണ്ട് ഭോഷനായ ധനികനെന്ന് സുവിശേഷം പേരിട്ട് വിളിച്ച ഒരാളെ ദൈവം നേരിട്ടത്, അയാളുടെ സ്വസ്ഥതകളെ തകർത്തത്. അപ്പോൾ മരണത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രഘോഷണ നിയമങ്ങളിൽ ഒന്നാണ്. അതിനെക്കുറിച്ച് പറയാൻ ഒരിക്കലും നാം മടിക്കേണ്ടതില്ല. ഒരു ലജ്ജയോ അപമാനമോ ആയി അതിനെ കരുതേണ്ടതില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി കുറേ കാലം മരണത്തെക്കുറിച്ച് മാത്രം നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം അവിടെയാണ് മാനസാന്തരങ്ങൾ ഉണ്ടാവുന്നത്. മരണത്തിന് മുമ്പിലാണ്, അല്ലെ മരണമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ് മനുഷ്യന് വിവേകവും പക്വതയും തിരിച്ചറിവുകളും എല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നീയും ഒരു ദിവസം മരിക്കും. ആ ദിവസം എന്നാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് ചിലപ്പോൾ തൊട്ടടുത്ത നിമിഷമാവാം, അടുത്ത ദിവസമാവാം, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാവാം. ഒരിക്കൽ നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നിത്യനരകത്തിലേക്കാണ്, നിത്യമായ നാശത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എത്ര ഭയാനകമായ ഒരു കാര്യമായിരിക്കും അത്. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ വലിയ ഒരു ഓഫറുമായി സുവിശേഷം നിൽക്കുകയാണ്. നിങ്ങൾ യേശു ദൈവമാണെന്നും യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മരിച്ചുവെന്നും വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുകയില്ല. സനാതനമായ ഈ സത്യം വിശ്വസിക്കാനും ഏറ്റുപറയാനും പ്രഘോഷിക്കാനും നമുക്ക് ലോകത്തെ ഈ സുവിശേഷം എത്രയും വേഗം അറിയിക്കാനും ധാർമ്മികമായ അസ്തിത്വപരമായ ഒരു ബാധ്യത, ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് വ്യക്തിപരമായി നടത്തുന്ന സംസാരങ്ങളായിട്ടാണ് ഞാൻ ഈ എപ്പിസോഡുകളെ കാണുന്നത്, പ്രഭാഷണമായിട്ടല്ല. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചന പഠനത്തെ നമുക്ക് വളരെ ഗൗരവത്തോടെ എടുക്കാം, തീക്ഷ്ണതയോടെ സമീപിക്കാം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളെ ആരോഗ്യത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും പരിപാലിക്കട്ടെ എന്ന് ഞാൻ ഏറ്റവും ഹൃദയത്തിൻ്റെ സത്യസന്ധതയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.